പൊന്നുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം നീ തൊട്ടുണർത്തി. ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. ഞാനും മോളും തമിഴ്നാട്ടിലേക്ക് പോവാ. എന്നാ പോന്നേ? നാളെ പോവാനാ തീരുമാനം. ആരോട് പറഞ്ഞില്ലെങ്കിലും ഗിരിജ ചേച്ചിയോട് പറയാതെ പോവാൻ എനിക്ക് പറ്റില്ലല്ലോ. നീ എന്നെ മറക്കില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. കുറച്ചുനേരം ഞാൻ ശാരദമ്മയുടെ വീട്ടിൽ ചെന്നിരുന്നു. ശാരദമ്മയുടെ ആത്മാവ് അവിടെയുണ്ട്. പിന്നെ കാണാൻ തോന്നിയത് ഗിരിജ ചേച്ചിയെ. ഒരു സമയത്ത് എന്റെ ദുഃഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഉള്ള സാക്ഷി ഗിരിജ ചേച്ചിയായിരുന്നു. ഒരിക്കലും ഞാനും മോളും ഗിരിജ ചേച്ചി മറക്കില്ല. നിന്റെ സ്നേഹം മാത്രം മതി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ മകള് കളക്ടറൊക്കെ ആയാ പിന്നെ എന്നെ തേടി വരില്ലായിരുന്നു. നിനക്കതിനുള്ള മനസ്സുണ്ടായല്ലോ മോളെ. എന്നും നിനക്കും മോൾക്കും നല്ലതേ വരും. എന്റെ പ്രാർത്ഥന നിന്റെ കൂടുണ്ടാവും. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ താങ്ങും തണലായിരുന്നത് ഗിരിജ ചേച്ചിയായിരുന്നു. ഞാൻ ജോലിക്ക് പോയ സമയത്ത് എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നടന്നതും ആഹാരം കൊടുത്തതും അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ശാരദമ്മയെ പോലെ ഗിരിജേച്ചി ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു. ലച്ചു എന്റെ മോളല്ലേ. ദേ ഗിരിജാമേന്ന് വിളിക്കുമ്പോ എന്റെ മോള് വിളിച്ചതുപോലെ എനിക്ക് തോന്നിപ്പോ. അവളെ എന്നെ ഒരു അമ്മയെ പോലെ കണ്ടത്. അവൾക്ക് എന്നും നല്ലതേ വരും. ശാരദമ്മയുടെ വീടിന്റെ താക്കോല് ഞാൻ ചേച്ചി ഏൽപ്പിക്കുക. അല്ല, അതെന്തിനാ എന്നെ ഏൽപ്പിക്കുന്നേ? അത് മണിയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയതല്ലേ? കടം വാങ്ങിയ പണം ജോലി കിട്ടിയ ശേഷം കൊടുത്തു തീർത്താ മതിയെന്നാ തമ്പി സാറ് പറഞ്ഞത്. എങ്കിലും താക്കോല് ചേച്ചി സൂക്ഷിക്കണം. ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് വരും. വേറെ എങ്ങോട്ടും ഞങ്ങൾ പോവില്ല. ഈ നാട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. എന്റെ ആഗ്രഹമാണത്. നിധി പോലെയാ ആ വീടിനെ ഞങ്ങൾ കാണുന്ന. ആ വീട്ടില് ഞങ്ങളുടെ ശാരദാമ്മയുണ്ട്. ഞാൻ ഇങ്ങോട്ട് തന്നെ വരും ചേച്ചി. മായേ, നീ നിന്റെ മോള് നന്നായി വരും. ഞാൻ വരട്ടെ ചേച്ചി. പോയിട്ട് വാ. എന്തു പറ്റി സുഖേട്ടാ? എന്ത് വയ്യേ? സുഖേട്ടാ, സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോകാം. അതിന്റെ കാര്യമില്ല. കുറച്ചു നാള് റെസ്റ്റിലായിരുന്നല്ലോ. മായയെ കാണാൻ വേണ്ടി പോയതാ. പുറത്തിറങ്ങി എന്റെ ക്ഷീണമുണ്ട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് അവളെ കാണാൻ പറ്റി. നിങ്ങൾ അവളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞില്ലേ? ഇല്ല, അവള് വരില്ല. അവള് നമ്മളെ പൂർണ്ണമായും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചതാ. അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല. ഇനി അവളെ കുറിച്ചുള്ള ചിന്തകളൊന്നും നമുക്ക് വേണ്ട. നാളെ മായയും ലച്ചുവും തമിഴ്നാട്ടിലേക്ക് പോവാ. സബ് കളക്ടറായിട്ടാ അവളുടെ പോസ്റ്റിംഗ്.
രണ്ടു മക്കളിൽ ഒരാൾ ഇങ്ങനെയായി. അടുത്ത മോള് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മായ രക്ഷപ്പെട്ടു വന്നപ്പോ അവള് നമ്മളെ അന്വേഷിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ കാര്യങ്ങൾ മറ്റൊരു വഴിക്കായി. നമുക്ക് ആരുമില്ല. സുഖതേട്ട, നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞാൻ വനജയോട് കുറച്ച് കാശ് കടമായി ചോദിച്ചിരുന്നു. വൈകുന്നേരം അവള് വിളിച്ചിട്ട് പറഞ്ഞു ആ കാശ് പ്രതീക്ഷിച്ച ആള് കൊടുത്തില്ലെന്ന്. എല്ലാരും അങ്ങനെ തന്നെയാ. മടക്കി കിട്ടില്ലെന്ന് അവർക്കും അറിയാം. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് ഭാരമാവേ ഉള്ളൂ. നിങ്ങള് വാ, ചൂട് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാം. നമ്മളെ ഏ എന്താ? 40,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 40,000 രൂപയോ? നിങ്ങൾ എന്തോ ഭ്രാന്ത് പറയാണോ? ഭ്രാന്തല്ല ശ്യാമളെ, എന്റെ മായമോള് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നതാ. സത്യമാണോ നിങ്ങൾ പറയുന്നത്? അവള് നമ്മളെ മറന്നിട്ടില്ല. അവൾക്ക് മകളെ കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി അവള് നമ്മളെ നോക്കിക്കോളും. നമ്മളെ പറ്റിയുള്ള വിവരങ്ങള് അവള് മകളോട് മറച്ചു വെച്ചിരിക്കുന്നതാ. രാവിലെ എന്നെ കണ്ടപ്പോ സഹായിക്കാന്ന് പറഞ്ഞത് വെറുതെ അല്ല. പക്ഷെ അവള് വെറുതെ പറഞ്ഞെന്നാ എനിക്കപ്പോ തോന്നിയത്. പക്ഷെ അതങ്ങനെയല്ല. പണ്ടും മായയുടെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നു. മഞ്ജുവായിരുന്നു സ്വാർത്ഥ. മായയുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ ലച്ചു നല്ല നിലയിലെത്തിയത്. ഞാനന്ന് മായയെ കളക്ടറാക്കാൻ ആഗ്രഹിച്ചു. ഇപ്പൊ മായയുടെ മോള് കളക്ടറായി. ഇനി എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ അത്താഴം എടുത്ത് വയ്ക്കാം. നിങ്ങൾ വാ. മോളെ, സാറിന്റെ വസുന്ധരാമ്മയുടെ അനുഗ്രഹം വാങ്ങ. അനുഗ്രഹിക്കണം. നന്നായി വാ മോളെ. രാജ്യം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലു. നന്നായി ജോലി ചെയ്യാൻ നിനക്ക് കഴിയട്ടെ. എന്ത് ചെയ്യുമ്പോഴും നീ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയും നിന്റെ മനസ്സിലുണ്ടാവണം. സാധാരണക്കാരെ ചേർത്ത് നിർത്തണം. നിന്റെ പരിധിക്കുള്ളിൽ നിന്ന് പാവങ്ങളെ സഹായിക്കണം. ഓൾ ദി ബെസ്റ്റ്. മോള് നന്നായി വരും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ദൈവത്തെ പോലെ. ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് മോൾക്കും അറിയില്ല. നീ എന്താ നന്ദിയും പറഞ്ഞങ്ങ് പോവാണോ? നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. ലച്ചുവിന് IAS നേടാനുള്ള യോഗം ഉണ്ടായിരുന്നു. മായയുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ട് സ്വന്തമായി പഠിച്ച് അവൾ IAS നേടി. ഞങ്ങൾ അതിന്റെ ഭാഗമായിന്നേ ഉള്ളൂ. വസുന്ധരാമ്മ, ഈ സമയത്ത് കരയാണോ മോളെ? ഒരു പുതിയ ജീവിതം തുടങ്ങുകയല്ലേ. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്. മായ ലച്ചുവിന്റെ കൂടെ സന്തോഷത്തോടെ ചെല്ല്. ദാ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം. ഞാനും വസുന്ധരയും ഇടയ്ക്കൊരു ദിവസം അങ്ങോട്ട് വരും. അടുത്ത ലീവിന് വരാം. പിന്നെ തീർച്ചയായിട്ടും ഒരു ദിവസം സാറും വസുന്ധരാമ്മയും അങ്ങോട്ട് വരണം. ആ, എല്ലാം നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാ പിന്നെ വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോളൂ. ബൈ. ഞാൻ എടുക്കാം.
അവര് തമിഴ്നാട്ടിലേക്ക് പോയല്ലേ? ആ, മായയും ലച്ചും ജോലി സ്ഥലത്തേക്ക് പോയി. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? വസുന്ധര മായയോട് സംസാരിച്ചു. മായ പറഞ്ഞത് അവിടെ ചെന്നിട്ട് ലച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്നാ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഞാനൊന്ന് വസുന്ധരയെ വിളിക്കട്ടെ. പ്രവീണേ. ആ, അവര് പോയല്ലേ? അതെ, അവര് ജോലി സ്ഥലത്തേക്ക് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മായയോട് സംസാരിച്ചിട്ടുണ്ട്. പുറപ്പെടും മുമ്പ് ഞാൻ മായയോട് ഒന്നുകൂടെ സൂചിപ്പിച്ചു. ആ, അവരവിടെ ചെന്ന് സെറ്റിൽ ആവട്ടെ. ചിലപ്പോ ലച്ചുവിന്റെ തീരുമാനം മാറിയാലോ. വസുന്ധരേ, ഇത് ഞാനാ. തമ്പി സാറില്ലേ? ആ, ഉണ്ട്. ആ, ഞാൻ കൊടുക്കാം. ദേ, ദിനേശ് ചേട്ടനാ. എന്താടോ ദിനേശ? എങ്ങനെയാ തമ്പി സാറേ ഞങ്ങൾ ആ കുട്ടിയെ വിട്ടുകളയുന്നേ? അവളെ ഞങ്ങൾ മരുമകളായി മനസ്സ് കണ്ടുപോയി. ലച്ചു പറയാനുള്ളത് പറഞ്ഞില്ലേ? പിന്നെ ലച്ചുവിനെ മരുമകളായിട്ട് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യ. എനിക്കറിയാം, അവളുടെ അമ്മ ഒറ്റപ്പെടുവെന്നുള്ള പേടി അവളുടെ ഉള്ളില്. അമ്മയുടെ ജീവിതമാണ് അവളുടെ ജീവിത പാഠമായിട്ട് അവള് കാണുന്നത്. ഇനി ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറയാം. സത്യത്തിൽ മായയെ ഒരാൾ ചതിച്ചതാണ്. നമ്മൾ കേട്ടതൊന്നുമല്ല അവളുടെ കഥ. പ്രഗ്നന്റ് ആയിരിക്കെ വീട് വിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ മായയെ ശാരദാമ്മ രക്ഷിച്ചതാണ്. മായ ശാരദാമ്മയുടെ വീട്ടിലെത്താനുള്ള കാരണം അതാണ്. മായ പിന്നീട് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുമില്ല. ആ സത്യം ലച്ചുവിനറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ തന്നെ വളർത്തിയതെന്ന് തിരിച്ചറിവ് അവൾക്കുണ്ട്. സ്വന്തം ജീവിതം അവൾ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. ഇനി മായയോടൊപ്പം ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല ദിനേശ. എന്തായാലും അവള് പോയതല്ലേ ഉള്ളൂ. നമുക്ക് സമയമുണ്ടല്ലോ, കുറച്ച് കാത്തിരിക്കാം. ഞാനൊരു ഉറപ്പും പറയുന്നില്ല. നല്ലത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദിനേശ് ചേട്ടൻ എന്താ പറഞ്ഞേ? ലച്ചുവിനെ വിട്ടുകളയാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അവളെ ആരാ വിട്ടുകളയ്യ? എന്റെ മനസ്സിലും അതുണ്ട്. തമ്പി സാറ് നോക്കിക്കോ, സഞ്ജു താലി കെട്ടുന്നത് ലച്ചുവിന്റെ കഴുത്തിലായിരിക്കും. അതങ്ങനെ വരൂ. നിനക്ക് തെറ്റുപറ്റി. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൾ അതിന് വഴങ്ങില്ല. സത്യം നീ തിരിച്ചറിയണം. ഇന്നലെ വരെ ആർക്കും വേണ്ടാതിരുന്ന ഒരു പെണ്ണും അവളുടെ അമ്മയും. ആ പെണ്ണ് ഇപ്പോ ആകാശത്തോളം ഉദിച്ചുയർന്നു. ഇനി അവൾക്കൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവില്ല. എത്തിയ സ്ഥലത്ത് ഫൈറ്റ് ചെയ്ത് അവൾ നിൽക്കും. സഞ്ജുവിനെ അവന്റെ അച്ഛൻ വേറെ വിവാഹം കഴിപ്പിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്ത് പറഞ്ഞിട്ടെന്താ?
മാഡം ടീ. മായമ്മ എവിടെ ശാന്തി? മാഡത്തിന്റെ അമ്മ കോയിലിൽ പോയിരിക്ക. ശാന്തി മാഡത്തിന്റെ അമ്മ എന്ന് പറയണ്ട, മായമ്മ എന്ന് പറഞ്ഞാ മതി. മായമ്മ, ഓക്കെ? അയ്യോ അബ്ദി കൂപ്പിടലാമാ. പിന്നെന്താ, മായമ്മയ്ക്കും അതാ ഇഷ്ടം. ഞാനും മായമ്മ എന്നാ വിളിക്കുന്നത്. നിങ്ങളും അങ്ങനെ വിളിച്ചാ മതി. ലഞ്ച് 1 മണിക്ക് ഞാൻ ഓഫീസിൽ കൊണ്ടുവരാം മാഡം. ശാന്തി മുമ്പ് ആ ജോലി ചെയ്യുമായിരുന്നോ? ആമാ, കളക്ടറേറ്റ് അടുത്ത് തന്നെ, നടന്നു പോற ദൂരം தான் இருக்கு. மேடத்துக்கு என்ன வேணும்னாலும் என்கிட்ட சொன்னா போதும். ആയിക്കോട്ടെ. ഡ്രൈവർ വന്നാച്ച്. മായമ്മ വരാതെ പോകാനും പറ്റില്ലല്ലോ. ഈ നേരത്തെ ഏത് അമ്പലത്തിലാണ് പോയതെന്നും അറിയില്ല. മോളെ ഇറങ്ങിയോ? മായമ്മ സമയത്തിനെത്തി, നന്നായി. ഏത് ക്ഷേത്രത്തിൽ പോയതാ? മുരുകൻ കോവില്. മായമ്മ ഇങ്ങനെ മുരുകൻ കോവില് കണ്ടുപിടിച്ചു? അത് ശാന്തി പറഞ്ഞു. നമുക്ക് രണ്ടാൾക്കും ഒരു ദിവസം പോവാം. മായമ്മയ്ക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്ഥലാ. ഇവിടെ ഉള്ളവരൊക്കെ പാവപ്പെട്ട ആൾക്കാരാ മോളെ. ആഹാ, മായമ്മ ആൾക്കാരെയും പരിചയപ്പെട്ടോ? ഇല്ല, ഞാൻ ആരാന്ന് അവരെങ്ങനെ അറിയാനാ? ഞാൻ ചിരിച്ചതല്ലാതെ ആരോട് സംസാരിച്ചില്ല. മലയാളിയാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി. ഇനി എല്ലാരും അറിഞ്ഞോളൂ, മായമ്മയ്ക്ക് അർഹിക്കുന്ന ആദരവും കിട്ടും. സബ് കളക്ടറുടെ അമ്മയല്ലേ തൊഴാൻ വരുന്നത്? അതിനൊക്കെ വേണ്ടിയാണല്ലോ നീ ഇങ്ങോട്ട് പോകുന്നത്. ആ, ഞാൻ ഇറങ്ങട്ടെ മായമ്മ. പോയിട്ടോ. പോട്ടെ. ആ മായേ, നിന്നെ പറ്റി ഇപ്പൊ ഓർത്തേ ഉള്ളൂ ഞാൻ. അപ്പോഴേക്കും വിളി വന്നു. ആ, ലച്ചു ജോലിക്ക് പോയോ? ലച്ചു പോയതേ ഉള്ളൂ. അവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? സർക്കാരിന്റെ വസതിയാ. നല്ല സ്ഥലമാണ്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. പിന്നെ ഇവിടെ സഹായിക്കാൻ ഒരു കുട്ടിയുണ്ട്. അതെ, സഹായിക്കാൻ നിൽക്കുന്ന ആ കുട്ടിയെ നീ പറഞ്ഞു വിടുകയൊന്നും ചെയ്യരുത്. അത് ഗവൺമെന്റ് സർവീസിലുള്ളതാ. നിനക്കും കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? നിന്റെ സ്വഭാവം വെച്ച് നീ അവളെ പറഞ്ഞു വിടാൻ നോക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അവളെ ഞാൻ അങ്ങനെ പറഞ്ഞു വിടില്ല വസുന്ധരാമ്മ. അവളുടെ ജോലി ഞാനായി ഇല്ലാതാക്കൂ. പിന്നെ നിങ്ങൾ പോയ ശേഷം സഞ്ജുവിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അവരിപ്പോഴും ലച്ചുവിന് മാറ്റം വരുമെന്നാ പ്രതീക്ഷിക്കുന്നേ. എന്നെക്കാളും നന്നായിട്ട് അവളെ വസുന്ധരാമ്മയ്ക്ക് അറിയില്ലേ? ലച്ചുവിന്റെ മനസ്സിലെ ചിന്ത സഞ്ജുവിന്റെ വീട്ടുകാര് നിന്നെ അംഗീകരിക്കുന്നുള്ള കാര്യത്തിലാ. പക്ഷെ അവര് നിനക്ക് തരുന്നത് ലച്ചുവിന്റെ അമ്മ എന്നുള്ള സ്ഥാനമാ. നിന്നെ ഒരിക്കലും അവര് തള്ളിക്കളയില്ല. ഞാനതൊക്കെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? അവള് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. അവൾക്കിപ്പൊ കടപ്പാടുള്ളത് നിങ്ങളെ രണ്ടുപേരോടാ. തമ്പി സാറ് പറഞ്ഞ അവൾ അനുസരിക്കും, അതെനിക്കുറപ്പാ. വേറെ ആരുടെയും വാക്ക് അവൾ കേൾക്കില്ല. മായമ്മ എങ്ങനെ ഇത്രയും വലിയ വീട്ടുകാരുടെ മുന്നിൽ ചെന്ന് ബന്ധു ചമഞ്ഞു നിൽക്കുമെന്ന് അവള് ചോദിച്ച എനിക്കുത്തരവില്ല. അവള് ചോദിക്കുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പിന്നെ എന്നെ വിട്ടു പോകാൻ അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതും. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനും എനിക്ക് പറ്റുന്നില്ല. അവളുടെ മനസ്സ് ഞാൻ എങ്ങനെ വേദനിപ്പിക്കും? അതായിപ്പോ എന്റെ അവസ്ഥ.
ഞാൻ തമ്പി സാറിനോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, തമ്പി സാറ് പറഞ്ഞ അവൾ അനുസരിക്കും. ഈ ഭൂമിയിൽ അവളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും ദൈവമായിട്ട് കാണുന്നതും തമ്പി സാറിനെ. ശരി, ഞാൻ തമ്പി സാറിനോട് സംസാരിക്കാം. ശരി വസുന്ധരാമേ. ശരി. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ, സമയായി. അതെ തമ്പി സാറേ, ആ ഞാൻ മായയെ വിളിച്ചിരുന്നു. എന്താ വിശേഷം? ലച്ചു ഇന്ന് ജോലിക്ക് പോയില്ലേ? ലച്ചു ജോലിക്കൊക്കെ പോയി. പിന്നെ ദിനേശിനും പ്രവീണയും വന്ന കാര്യം ഞാൻ മായയോട് പറഞ്ഞു. നീ അത് ഇതുവരെ വിട്ടില്ലേ? അതങ്ങനെ വിടാൻ പറ്റൂ? ദിനേശനും പ്രവീണയ്ക്കും ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. മായ എന്തു പറഞ്ഞു? മായ പറയുന്നത് അവള് പറഞ്ഞ മകള് കേക്കില്ലാന്ന്. ലച്ചു എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കണമെങ്കിൽ തമ്പി സാറ് പറയണമെന്ന്. അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ലച്ചു കേക്കില്ലാന്ന്. ഞാൻ എന്ത് ചെയ്യണം? നീ അത് പറ. തമ്പി സാർ ലച്ചുവിനോട് പറയണം സഞ്ജുവും ലച്ചുവായിട്ടുള്ള കല്യാണം കാണാൻ തമ്പി സാറിന് ആഗ്രഹമുണ്ടെന്ന്.